പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചോ, നമുക്ക് മറ്റേതെങ്കിലും തരത്തിലോ നമ്മുടെ കൈ ഉയർത്താൻ പറ്റാതെ ചിലപ്പോൾ ഇത്രയൊക്കെ പറ്റുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. നമ്മുടെ കൈയിന് ഉയരില്ലേ, നമുക്ക് പഴയതുപോലെ ജോലി ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടാറുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ കൈയെ ശരിയായ രീതിയിൽ ചലിപ്പിച്ചെടുത്താൽ തീർച്ചയായിട്ടും പഴയതുപോലെ നമുക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. അതിന് ഒരു ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് കൈ വെക്കാൻ പറ്റില്ലായിരുന്നു. അവസാനം തക്കതായ രീതിയിലുള്ള എക്സർസൈസ് എല്ലാം ചെയ്ത്, അതായത് നമ്മുടെ ഓർത്തോയുടെ ഭാഷയിൽ പറഞ്ഞ ഫിസിയോതെറാപ്പി ചെയ്ത് കൈ നല്ലവണ്ണം ഉയരുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ നമുക്കങ്ങനെ ഫിസിയോതെറാപ്പിയൊക്കെ പോയി ഡെയിലി 10-300 രൂപയൊക്കെ കൊടുക്കുക. ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പല പ്രവർത്തനങ്ങളും ചെയ്യാം. ഒന്ന്, നമുക്ക് കൈ ഇതെങ്ങനെ വെക്കാം. കൈ ഇങ്ങനെ വെച്ചിട്ട്, കൈ ചിലപ്പോൾ പൊക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ 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 ചലിപ്പിച്ച് നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. ഇതുവരെയൊക്കെ പോവുള്ളൂ ആദ്യമൊക്കെ. അപ്പം നമ്മൾ ബലം കൊടുത്ത് ഇങ്ങനെ നമുക്ക് ഓരോ ദിവസം നമ്മുടെ ചുവരിനോട് ചേർക്കുന്ന അളവ് കൂട്ടി അവസാനം ഇങ്ങനെ എത്തും. കണ്ടല്ലോ, എൻ്റെ കൈ പൊങ്ങാതിരുന്നതാണ്, അതിപ്പോൾ ഇങ്ങനെ എത്തി. ഇനി വേറൊരു കാര്യം, നമ്മുടെ വീട്ടിലുള്ളവരും ചെറുതായിട്ട് സഹായിച്ചു കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അശ്വിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ അവർ പിടിക്കും, നല്ല പിടിച്ചിട്ട് ഈ മുട്ടിൻ്റെ താഴെ ഇങ്ങനെ ഉയർത്തി കൊടുക്കും. ആദ്യത്തെ ദിവസമൊന്നും ഇങ്ങനെ ഉയരില്ല. ഇതെനിക്കിപ്പോൾ ഞാൻ ശരിക്കും ഫിസിയോതെറാപ്പി ചെയ്ത് ഉയർത്തിയത് കൊണ്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വേദനയായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം അവർ ഹെൽപ്പ് ചെയ്യും. ഫിസിയോതെറാപ്പി സെൻറ്ററിലാണെങ്കിൽ നമ്മുടെ കൈ ഉയരാൻ വേണ്ടിയിട്ട് ഒരു വീല് പോലുള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഉയർത്താൻ പറ്റും. പക്ഷേ നമുക്കങ്ങനെ പോകാനുള്ള സാഹചര്യം ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്യാം. തീർച്ചയായിട്ടും കൈ നല്ലവണ്ണം ഉയരും. അപ്പോൾ കൈ ഉയർന്നില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ബലം പ്രയോഗിച്ച് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആദ്യം ചെയ്യുക. കൈ ഉയർന്ന് വരുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ അയവ് വരും. അപ്പോൾ അതുപോലെ തന്നെ ഈ കൈയും ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈക്ക് തോളിന് അയവ് വരും. പിന്നെ അതുപോലെ ഇങ്ങനെ തോളിന് നമുക്ക് അയവ് വരുത്തി കൊടുക്കാം. അതായത് ഡയബറ്റിക്കൊക്കെ ഉള്ളവർക്ക് ഇവിടെ കൈ അനക്കാൻ പറ്റാതെ ഇരിക്കും. അപ്പം വേദന എടുക്കുമ്പോൾ പലരും വിചാരിക്കും, അയ്യോ എൻ്റെ കൈ വേദനയാണ്, എൻ്റെ കൈയിന് ശരിയാവില്ല, പഴയതുപോലെ കൈ ഉയരില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഡെയിലി ഇതുപോലെ അയച്ചു കൊടുക്കുമ്പോൾ, അനക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കൈ പഴയതുപോലെ ആവും. ഇപ്പം നമുക്ക് കൈ എന്തെങ്കിലും അപകടം പറ്റിയാൽ മറ്റും നമുക്ക് ഇതുവരെ പൊങ്ങുള്ളൂ എന്ന് വിചാരിക്കുക. ഞാനിതുപോലത്തെ എക്സർസൈസ് ചെയ്ത് എൻ്റെ കൈ ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കങ്ങ് സ്റ്റക്കായിപ്പോവും, ഫ്രോസായിപ്പോവും, നമ്മുടെ കൈ ഉയരൂല. എനിക്കാണെങ്കിൽ ഇവിടെ വണ്ടിയിൽ നിന്ന് വീണ് ഇവിടെ ചെന്ന് റോഡിൽ ചെന്ന് വണ്ടിയിൽ നിന്ന് എടുത്തടിച്ചതുപോലെ വീണ് ഇവിടെ പൊട്ടി പ്ലേറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൈ ഉയരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫിസിയോതെറാപ്പി ചെയ്ത് പറ്റും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീലിനകത്തൂടെ കടന്നു വന്ന ഒരു കയറിൻ്റെ താഴേറ്റത് നമുക്ക് പിടിക്കാൻ സൗകര്യമുള്ള ഒരു സാധനം. അപ്പോൾ അത് വെച്ച് നമുക്കിങ്ങനെ ഈ കൈക്കാണ് പ്രശ്നം വരുന്നതാണ്, നമ്മൾ ഈ കൈ കൊണ്ട് ഉയർത്തി കൊടുക്കും. അപ്പോൾ എത്രത്തോളം ഉയർത്താൻ പറ്റും അങ്ങനെ ചെയ്യാം. ആദ്യം നമുക്കിങ്ങനെ ചെറുതായിട്ട് മാത്രമേ ഉയർത്താൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കൈക്ക് കുറച്ചുകൂടെ ശക്തി വരുമ്പോൾ നമുക്ക് നല്ലവണ്ണം ഇതുപോലെ ഉയർത്താൻ പറ്റും. അപ്പോൾ
ഇങ്ങനെ ഉയർത്തി ഉയർത്തി നമുക്ക് നമ്മുടെ കൈ നല്ല രീതിയിൽ ശക്തിയായി കിട്ടും. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ കൈയെ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ചലിപ്പിച്ചെടുക്കണം. അപ്പോൾ ചിലപ്പം ഡയബറ്റിക്കൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ കൈ അങ്ങ് ഉയർത്താൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരും. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാണ്, എൻ്റെ കൈ ഉയരുന്നില്ല, ശക്തിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ശക്തിയില്ല എന്ന് മനസ്സ് വിചാരിച്ചു പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ശക്തി വരില്ല. ധൈര്യം സമ്പാദിച്ചിട്ട് നമ്മൾ കൈയെ ബലപ്പെടുത്തിയെടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്താൽ നമ്മുടെ കൈക്ക് ശക്തി കിട്ടും. നമ്മുടെ കൈ ഇതുപോലെ നല്ലോണം ഉയരും. അപ്പോൾ ഇത് മുകളിലൊരു വീല് പോലത്തെ ഒരു സാധനത്തിനകത്തൂടെ ഒരു കയറ് കടത്തി വിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലെയുള്ള പല പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കൈ ഉയരാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും കൈയെ രക്ഷിച്ച് നമുക്ക് നല്ല ആക്റ്റീവാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങൾ വിഷമിക്കേണ്ട, കൈയെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് ശക്തിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പക്ഷേ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള പലരും കാണും, കൊണ്ടുപോകാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടായിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കെല്ലാം ഇതുപോലെ സ്വയം ചിന്തിച്ച് കൈക്ക് ശക്തി ഉണ്ടാക്കിയെടുക്കാം.